പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള ജോസഫ് ഡിക്രൂസ് അച്ഛ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ആണ്ടുവട്ടത്തിലെ 8ാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. പക്ഷേ ഈ ആഴ്ച തന്നെ നമ്മൾ വലിയ നൊയമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വരുന്ന ബുധനാഴ്ചയാണ് വിഭൂതി ബുധൻ. നമുക്കതുകൊണ്ട് ഈ ആഴ്ചയെ വളരെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കാം. അനുഗ്രഹത്തിൻ്റെ ഒരു കാലയളവ് കൂടിയാണ് ഈ നൊയമ്പ് കാലമൊക്കെ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. ഈ പരിശുദ്ധ ബലിയിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം, നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുഴുവൻ അഭിഷേകവും ഈ പരിശുദ്ധ ബലിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് നമ്മുടെ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു,
താഴ്മയാ ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു ഏകാത്മജാദൈവസൂനുവേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൽ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൽ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകത്തിന്റെ ഗതി അങ്ങ് സമാധാനപൂർണമായ ക്രമവൽക്കരണത്താൽ നിയന്ത്രിക്കുവാനും അങ്ങേ സഭ അങ്ങേ പ്രശാന്തമായ ഭക്തിയാൽ ആനന്ദിക്കുവാനും ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. കുശവന്റെ പാത്രങ്ങൾ ചൂളയിൽ എന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. ഒരുവന്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത്. അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവെ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദശതന്ത്രി നാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും
രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തിന് അങ്ങയുടെ നാമത്തിന് സ്തുതികൾ സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. എത്ര ശ്രേഷ്ഠം. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിന്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തിന് അങ്ങയുടെ നാമത്തിന് സ്തുതികൾ സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. എത്ര ശ്രേഷ്ഠം. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും. കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു. അവിടെന്നാണ് എൻ്റെ അപേക്ഷില. അനീതി അവിടത്തെ തീണ്ടിയിട്ടില്ല. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തിന് നാമത്തിന് സ്തുതികൾ സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. എത്ര ശ്രേഷ്ഠം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രഹിച്ച എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ, നിൻ്റെ വിജയം എവിടെ? മരണമേ, നിൻ്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അതിനാൽ എൻ്റെ വാത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്മലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തതയും അചഞ്ചലരും ആയിരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. Hallelujah, 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 hallelujah. ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കട്ടെ. നിങ്ങൾ ജീവന്റെ വചനം മുറുകെ പിടിക്കുവിൻ. Hallelujah, hallelujah, hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുൾ ചെയ്തു. കുരുടനെ നയിക്കാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷണം ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷണം കാണാതിരിക്കെ, സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടനാട്യക്കാര, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന്
നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതിൽ തന്നെ വളരെ വ്യക്തമാണ് കുരുടൻ്റെ കാര്യം പറയുന്നത്. അതുപോലെ കണ്ണിലെ തടിക്കഷണം, നല്ല വൃക്ഷം ചീത്തഫലം, ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇത് കഴിഞ്ഞ ആഴ്ച വായിച്ചതിൻ്റെ സുവിശേഷ ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. അത് തുടങ്ങുന്നത് അന്യരെ വിധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നീ വിധിക്കപ്പെടാതിരിക്കാൻ അന്യരെ വിധിക്കരുത്. ഇപ്പോൾ കുറച്ച് നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് വിലയിരുത്തി ശരിയാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വീട്ടിലെ മാറാല നമ്മൾ കാണില്ല, പക്ഷേ പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ ദേ മാറാല എന്നവർ ചൂണ്ടിക്കാണിക്കും. നമ്മൾ എപ്പോഴും ഇടപഴകുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ കാണില്ല, നമുക്കത് മനസ്സിലാകിയവില്ല. പെട്ടെന്നൊരാൾ കയറി വരുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കാം, നമ്മളിങ്ങനെ മറ്റുള്ളവരെ ശരിയാക്കി നടക്കുകയാണ്. പക്ഷേ നമ്മൾ പലർക്കും മാർക്കിട്ട് നടക്കുമ്പോൾ ഒടേ തമ്പുരാൻ നമുക്ക് മാർക്കിടണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഒടേ തമ്പുരാൻ്റെ പരീക്ഷയിലാണ് നമ്മൾ ജയിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരെയൊക്കെ മാർക്കിട്ട് അവരെയൊക്കെ ജയിപ്പിക്കാൻ നമ്മൾ നടക്കുക. ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ അച്ഛന് മാർക്കിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പലപ്പോഴും. എന്നിട്ടിത് കഴിയുമ്പോൾ പ്രസംഗം കുഴപ്പമില്ല, കുറച്ച് ഇത്തരം മാർക്ക് പോരാ, അങ്ങനെ നമ്മൾ പലതും കണ്ടും അതിനൊക്കെ മാർക്കിടാൻ നമ്മൾ മിടുക്കരാം. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. നമ്മളെ ഒന്ന് ശരിയാക്കുക, എന്നിട്ട് ഉപദേശിക്കുന്നതല്ല നല്ലത്. ഇത് നമ്മൾ അവരവരിപ്പം ഞാൻ പറയുന്നത് ഞാനും അത് ചിന്തിക്കേണ്ട ഒരു കാര്യം. എനിക്ക് വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. വചനം പറയുമ്പോൾ ഇരുതല വാളാണല്ലോ, അങ്ങോട്ടും കൊള്ളും ഇങ്ങോട്ടും കൊള്ളും. അപ്പോൾ അതുകൊണ്ടാണ് വചനപീഠത്തിൻ്റെ ഒരു ഗുണമത. പറയുന്നയാൾക്ക് ഉപകാരപ്പെടും, കേൾക്കുന്നവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ പേഴ്സൺ ഡെവലപ്പ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, പേഴ്സൺ ഡെവലപ്പ് ചെയ്യണം. എല്ലാം മനസ്സിലായോ? നമ്മുടെ പേഴ്സണെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ചില കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായി എല്ലാ ധ്യാനകേന്ദ്രങ്ങളും എടുത്തു കഴിഞ്ഞാലും ഭക്താഭ്യാസങ്ങൾ ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭക്തന്മാർ കുറേ ഉണ്ടായിട്ടുണ്ട്. ഭക്തന്മാർ, സോ കോൾഡ് ഇൻവേർട്ടഡ് കോമ ഇട്ട് കഴിഞ്ഞാൽ ഭക്തന്മാർ അതൊത്തിരി കൂടുതലാണ്. പക്ഷെ അവർക്കൊന്നും പലപ്പോഴും നിലനിൽപ്പില്ല. ഒരു 2-3 മാസം കഴിയുമ്പോൾ പിന്നെയും പഴയപടി. അപ്പോൾ അത് ഭക്തന്മാർക്ക്, സോ കോൾഡ് ഭക്തന്മാർക്ക് നല്ല വ്യക്തിയാകാൻ ബുദ്ധിമുട്ടാണ്. സോ കോൾഡ് ഭക്തന്മാർക്ക് നല്ല വ്യക്തിയാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്തരം ഭക്തന്മാരെ വീട്ടിൽ വന്നാൽ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ആ വീട്ടുകാരി തന്നെ പറയും, ഇതൊക്കെ എന്തിനാണ് പള്ളി പോയിട്ട്, ഇതൊക്കെ എന്തിനാണ് പള്ളി പോയിട്ടെന്ന് ചോദിക്കും. കാരണം അപ്പോൾ സോഷ്യൽ ആസ്പെക്റ്റ് പോയി. കാരണം കുടുംബം ഒരു സൊസൈറ്റി ആണല്ലോ, സോഷ്യൽ ആസ്പെക്റ്റ് പോയി. ഇനി ഇമോഷണൽ ആസ്പെക്റ്റ്, ഒരു വ്യക്തിയുടെ ഇമോഷണൽ ബാലൻസ്, അതാണ് ഇമോഷണൽ മെച്യൂരിറ്റിയാണ് പ്രധാനം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്. അത് സ്വയം നമ്മൾ ടെസ്റ്റ് ചെയ്ത് ശരിയാക്കി എടുക്കണം. മറ്റുള്ളവരെ മാർക്കിടാൻ പോകണ്ട. നമുക്ക് തന്നെ കുറവുള്ളപ്പോൾ പിന്നെ മറ്റേ ആളെ എങ്ങനെ ശരിയാക്കാൻ പറ്റും? അതാണല്ലോ അന്ധൻ്റെ കഥ. നമ്മൾ തടിക്കഷണം ഇരിക്കുക ഇല്ലേ, ഒരു നല്ലൊരു മദ്യപാനിയായിട്ടുള്ളൊരാൾ മക്കളെ നന്നായിട്ട് പഠിക്കണം, എന്നാലേ ഭാവിയൊക്കെ നല്ലതാവൂ എന്നെങ്ങനെ പറയാൻ പറ്റും? നിരന്തരം മദ്യപിക്കുന്ന ഒരാൾക്ക് സ്വന്തം മക്കളെപ്പോലും ഉപദേശിക്കാൻ പറ്റുമോ? ഇനി നേരാവണ്ണം കുമ്പസാരിക്കാത്ത ഒരമ്മയ്ക്ക് മകളോട് ഒരു മകള് അങ്ങനെ തിരിച്ച് ചോദിച്ചു, നീ കുമ്പസാരിക്കുന്ന അമ്മ പറഞ്ഞപ്പോൾ മകൾ ഇങ്ങോട്ട് തിരിച്ച് ചോദിച്ചു, അമ്മ ഒത്തിരി വർഷമായല്ലോ അമ്മ കുമ്പസാരിച്ചിട്ട്, അമ്മ പോയിട്ടൊന്ന് ആദ്യം കുമ്പസാരിക്കുക, എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് മകൾ തിരിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിൽ പേഴ്സൺ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചില ആളുകൾക്ക് മനസ്സിലാകിയല്ല. ഒരു അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാകും അത്. ഞാനൊരു 6 ആസ്പെക്റ്റിനെ കുറിച്ച് പെട്ടെന്ന് പറയാം. ഒന്ന് ഫിസിക്കൽ ആസ്പെക്റ്റാണ്. ഫിസിക്കൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അപ്പന്മാരൊക്കെ രാവിലെയൊക്കെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്ന അവർക്ക് ശരീരം അവർ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്.
നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുക ഇല്ലേ, നല്ല ഒരു ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത് യുവാക്കൾക്ക് പോലും നല്ലതാണ്. ഒരു ജെൻറ്റിൽ ലുക്ക് വരും. പള്ളിയിലൊക്കെ വരുമ്പോൾ ഇവിടെ 2 പേര് എപ്പോഴോ വന്നിങ്ങനെ ഇരുന്നു. അവർക്ക് സദാചാര ബോധമില്ലാതെ അവർ വന്നിരുന്നു. ഇവിടെ കുറേ പേർക്ക് ഉതപ്പായി. അതുകൊണ്ടാണ് പ്രഭാഷണ പുസ്തകം 19:30 വാക്യം, ഒരുവൻ്റെ വേഷം ചിരി നടപ്പ്, ഒരുവൻ്റെ വേഷം ചിരി നടപ്പ് അത് അവൻ്റെ സത്വം വെളിപ്പെടുത്തുന്നു. അവൻ എന്താണെന്ന് പറയും, അവൻ്റെ എസൻസ് എന്താണെന്ന് പറയും. അപ്പോൾ അതാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ ഇല്ല, കിട്ടണതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഷേപ്പൊക്കെ പോകില്ല. അപ്പോൾ ഒന്ന് അല്ലേ, ഫിസിക്കൽ ആസ്പെക്റ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ടെസ്റ്റ് ചെയ്തിട്ടൊരു കുഴപ്പമില്ല. പക്ഷേ ചില ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ ഇല്ല, ശരീരം ഇങ്ങനെ ചൂടായി പോകുന്ന ചില ഭക്ഷണങ്ങളുണ്ട് ഇല്ല, എന്നും ബീഫ്, എന്നും ചിക്കൻ, എന്നും ഷെൽഫിഷസ്, അത് കഴിച്ചു കഴിഞ്ഞാൽ ബോഡി ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ആ പ്രോസസ്സേ നടക്കില്ല. ആ പ്രക്രിയേഷൻ പ്രോസസ്സ് എങ്ങനെ നടക്കും? ദൈവം തരാൻ തയ്യാറാണ്, കണ്ടീഷൻ ശരിയല്ല. അപ്പോൾ ഫിസിക്കൽ ആസ്പെക്റ്റ് നിസ്സാര കാര്യമല്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി സോഷ്യൽ ആസ്പെക്റ്റ്, നമ്മൾ കുടുംബം ഒരു സൊസൈറ്റി അല്ലേ, കുടുംബം ഒരു സൊസൈറ്റി ആകുമ്പോൾ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു, ഞാനങ്ങ് എന്തൊക്കെ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റും? വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും കൂടി ദേഷ്യപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ടെൻഷൻ കൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നൊരു കൊച്ചിന് പോലും ഉണ്ടല്ലോ ടെൻഷൻ. അപ്പോൾ കൊച്ചു എല്ലാവരും കൂടി ദേഷ്യപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആരും പറഞ്ഞു തരികയില്ല. മുതിർന്ന ഒരാളോട് ചേട്ടനൊരു കുറവുണ്ടെന്ന് ആര് പറഞ്ഞു തരാനാ? പറഞ്ഞു തരില്ല. നമ്മൾ മറ്റുള്ളവരുടെ മാർക്കിട്ട് നടക്കുകയല്ല. അപ്പോൾ നമുക്കെങ്ങനെ പറഞ്ഞു തരാനാ? അവർ പതുക്കെ എവിടെയെങ്കിലുമൊക്കെ പറയും, അയാൾ വരുന്നുണ്ട് മാറിക്കോ എന്ന് പറയും. അപ്പോൾ ഒരു സൊസൈറ്റി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം പറഞ്ഞാൽ ഉടനെ ആ കമ്മ്യൂണിറ്റി ചിലപ്പോൾ 5-6 പേരാണെങ്കിൽ അവർ പെട്ടെന്ന് നിശബ്ദരാകും. ആ നിശബ്ദത നമുക്കുള്ളൊരു ഹിൻ്റാണ്. അല്ലെങ്കിൽ ഒരു നോട്ടം നോക്കും, അരുതാത്തൊരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടം നോക്കും, ആ നോട്ടവും നമുക്കൊരു ഹിൻ്റാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ മനസ്സിലാകിയല്ല. ഈ യൂദാസ് കറിയോത്തേക്കുണ്ടല്ലോ, ഒന്നും മനസ്സിലായില്ല. യൂദാസ് മത്തായിയുടെ സുവിശേഷം 26-25 വാക്യം, അവൻ ഒറ്റുകൊടുക്കാരുന്ന യൂദാസ് യേശുവിനോട് ചോദിച്ചു, ഗുരോ അത് ഞാനോ? അവൻ പറഞ്ഞു, ഈശോ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും മനസ്സിലായില്ലല്ലോ ആ പൊട്ടന്. നമ്മളങ്ങനെ പറയല്ലേ, എന്നിട്ടും മനസ്സിലായില്ല. അപ്പം നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം നമ്മുടെ ഒരു കാര്യം ഒന്ന് റെഡിയാക്കിയെടുക്കാൻ. ഈശോ തൊട്ട് മുമ്പിൽ നിന്നിട്ട് യൂദാസിനോട് പറഞ്ഞിട്ട് യൂദാസിന് മനസ്സിലായില്ല. നമുക്ക് നമ്മളെ തന്നെ തിരുത്തണമെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, ഇനി വേറൊരാൾ പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ളവരല്ലേ നമ്മൾ സൈക്കോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് നമ്മളെ ശരിയാക്കാൻ പറ്റില്ല. ആർക്കും ശരിയാക്കാൻ പറ്റില്ല, നമ്മൾക്കും ശരിയാക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പോൾ സോഷ്യൽ ആസ്പെക്റ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ്, ചിലപ്പോഴൊക്കെ എത്രയോ സമയം നമുക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ കയ്യിൽ നിന്ന് പോയി. അത് ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് അടുത്ത തവണ ശരിയാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തന്ന ബുദ്ധി അത് വെറുതെ വെച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? നമ്മൾ കുറച്ചുകൂടി വിവേകത്തോടുകൂടി, ഞാനിപ്പോൾ ഇത് സംസാരിച്ചാൽ ശരിയാകില്ല, എനിക്ക് തന്നെ കുറേ കുറവുകളുണ്ട്, ഞാനിപ്പോൾ ഇതൊക്കെ അവരെ ഉപദേശിക്കാൻ, ചിലപ്പോൾ ചിലവർ അപ്രിയ സത്യം പറഞ്ഞ് പിന്നെ സമൂഹത്തിൽ കയറാൻ പറ്റാതാവും, അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അതുപോലെ അപ്രിയ സത്യം പറയും. അപ്രിയ സത്യമൊന്നും പറയണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ, നമുക്ക് നമ്മളെ ശരിയാക്കിയെടുക്കാൻ നോക്ക്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്, അബോധ മനസ്സിൽ കിടക്കണ കുറേ കാര്യങ്ങളുണ്ട്, അതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പം നമ്മളെ തന്നെ കണ്ടെത്തണം. പെട്ടെന്ന് ചിലപ്പോൾ ചില ആളുകൾ രാത്രിയൊക്കെ ഇങ്ങനെ ഉറക്കത്തിലൊക്കെ പറയും, ചില ആളുകൾ മദ്യപിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ കിടക്കണ എല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചില രഹസ്യങ്ങൾ പോലും ചോർന്നു പോകും, നമ്മുടെ ബന്ധങ്ങളൊക്കെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ അത് ഒരു ബ്ലോക്കായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ കൂടെ വരുന്നതാണ് ഇമോഷണൽ ആസ്പെക്റ്റ്. നമ്മുടെ ദേഷ്യം, വികാരങ്ങൾ നമ്മൾ നിയന്ത്രിച്ച് പരിശീലിക്കണം. ഇമോഷണൽ ആസ്പെക്റ്റ് ഏറ്റവും ലാസ്റ്റ് ഒരു 6ാമത്തെ ഒരു കാര്യമായിട്ട് ഞാൻ പറയും. ഇനിയും ആസ്പെക്റ്റുകളുണ്ട്, ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. സ്പിരിച്വൽ ആസ്പെക്റ്റ് കുറച്ച് നേരമൊക്കെ പള്ളിയിലൊക്കെ പോയിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ നിശബ്ദതയിൽ നമുക്ക് നമ്മളെ വിലയിരുത്താൻ പറ്റും. ബഹളത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല.
അതുകൊണ്ട് കുറച്ച് ശാന്തമാകുക. ഒരു ശാന്തത വരുന്നതാണല്ലോ ആത്മീയ മേഖല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് പേഴ്സൺ ഡെവലപ്പ് ചെയ്യുക. ഒരു ആസ്പെക്റ്റ് മാത്രം ഡെവലപ്പ് ചെയ്തൊരു കാര്യമുണ്ടോ? ഇപ്പോൾ ഒരാൾ ശരീരം മാത്രം നോക്കുന്നു, പക്ഷേ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഒന്നും ശരിയാക്കുന്നില്ല. എങ്ങനെ നല്ല മനുഷ്യനാകും? നമുക്ക് പല്ലിൻ്റെ ഇടയിൽ ഒരു ഇറച്ചി കഷണം കയറിയിരുന്നാൽ അത് കുത്തിക്കളയണത് വരെ നമുക്ക് അസ്വസ്ഥതയുണ്ടാവും. അത് കളയുന്നത് വരെ അസ്വസ്ഥതയുണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ആസ്പെക്റ്റിൽ എവിടെയെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ അത് നമ്മളെ മൊത്തത്തിൽ ഒരു പേഴ്സണെ ബാധിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളെ പിറുപിറുക്കുന്നത്, നമ്മളെ കുറ്റം പറയുന്നത്, ഇതിനൊക്കെ എവിടെയൊക്കെ ഒരു കുറവുണ്ടാവും. നമുക്കെവിടെ ഒരു കുറവുണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അസ്വസ്ഥരാകുന്നത്. നമുക്ക് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം, നമ്മളെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയാണ് നമ്മുടെ മാതൃക. ലൂക്ക 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ദൈവത്തിൻ്റെ പ്രീതിയും വേണം, മനുഷ്യരുടെ പ്രീതിയും വേണം. വീട്ടുകാർക്ക് പോലും ഇഷ്ടം തോന്നണം. നമ്മളൊരാൾ വീട്ടിലില്ലെങ്കിൽ അവർക്ക് സങ്കടം തോന്നണം. മക്കളെ, അത്രയും വിലയുള്ള സാന്നിധ്യമാക്കി നമ്മളെ മാറ്റിയെടുക്കണം. നമ്മളൊന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു, അതിവിടെ ഇല്ല രക്ഷപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിലോ. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശരിയാക്കിയെടുക്കാം. ഫൈൻ പേഴ്സൺ. ഇന്നോ നാളെ കൊണ്ട് നടക്കില്ല മക്കളെ. നാളെ ഗുഡ് പേഴ്സൺ ആകാൻ പറ്റുമോ? നാളത്തെ കൊണ്ട് ഗുഡ് പേഴ്സൺ ആകാൻ പറ്റുമോ? മരണം വരെ സമയമുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് തുടങ്ങാം. ഒരു 10 കാര്യം മുന്നിലുണ്ടെങ്കിൽ 10 കാര്യം ഒറ്റടിക്ക് ശരിയാക്കാൻ പറ്റുകയില്ല. ഓരോന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യക്തിയായി മാറാൻ സാധിക്കും. നമുക്ക് ഈശോ ആഗ്രഹിക്കുന്ന നമ്മളെ തന്നെ വിലയിരുത്തി നമ്മൾക്ക് മാർക്കിടുന്ന, അഭിമാനബോധം തോന്നുന്ന, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ സുസമ്മതനാണ് എന്ന് തോന്നുന്ന വിധത്തിൽ വളരാൻ, ഈശോയെപ്പോലെ വളരാൻ, ഈശോയെ വളർത്തിയ പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിലും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തുനിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് തങ്ങളെ തന്നെ അർപ്പിച്ചിട്ടുള്ളവരെല്ലാം അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസ്തയോടെ കാത്തുപാലിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ വിപത്തുകളിലും നിന്ന് മോചിതരായി സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകാൻ അവരുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏകാന്തതയാലും രോഗത്താലും ക്ലേശിക്കുന്ന വൃദ്ധജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇക്കാലയളവിലെ നന്മകളാൽ ദൈവം നമ്മെ പരിപോഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ നിത്യമായവ അനുഭവിക്കാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കാൻ നാം പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുന്ന മകനെയും അവൻ്റെ കുടുംബത്തെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ നിയോഗങ്ങളും പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെ എല്ലാവരെയും നമുക്ക് പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെപ്പോലെ ദൈവത്തിന് മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യരായി വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. രക്ഷകൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിത ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ നാമത്തിനായി അർപ്പിക്കപ്പെടേണ്ടവ അങ്ങേക്ക് നൽകുകയും ഞങ്ങളുടെ ശുശ്രൂഷയുടെ അർപ്പണത്തിനായി കാഴ്ചദ്രവ്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെ അങ്ങ് നൽകുന്നവ നേട്ടമായി തീരാനും അങ്ങ് ഞങ്ങളിൽ ചൊരിയുന്നവ ഞങ്ങൾക്ക് പ്രതിഫലമായി തീരാനും അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമന്ത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോടലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യം മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു.
ആകുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവ പരിശുദ്ധൻ, ദൈവ പരിശുദ്ധൻ. തിരുഭവമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതിയും പിൻബലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റവും ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും
സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുവരെ അങ്ങേ മരണമേങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം
നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.